ഹലോ, പേൾ ഓഫ് PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. വന്യജീവി സങ്കേതം കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങൾ ആകെ 18 വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത്. കേരളത്തിൽ ആകെ 18 വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത്. ആദ്യം 17 ഇപ്പോൾ 18 ഒന്നുകൂടി ഇപ്പോൾ ആഡ് ചെയ്ത് കരിമ്പുഴ വന്യജീവി സങ്കേതം കൂടി ആഡ് ചെയ്തപ്പോൾ ആകെ 18 വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിൽ ഉള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വന്യജീവി സങ്കേതങ്ങളാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വന്യജീവി സങ്കേതങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ബാക്കി വന്യജീവി സങ്കേതം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതിനുശേഷം ബാക്കി വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതവും ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേരാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. ഇതിൻ്റെ പഴയ പേരാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേരാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. ഈ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി നിലവിൽ വന്നത് 1934. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി നിലവിൽ വന്നത് 1934. അപ്പോൾ 1934 ആ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേരാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. അത് നിലവിൽ വന്ന 1934. ആ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1950 മുതലാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1950 മുതലാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. ഇത് കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ വന്യജീവി സങ്കേതം. അതുപോലെ ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രവും ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രവുമാണ് പെരിയാർ വന്യജീവി സങ്കേതം. ശബരിമല സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്. പെരിയാർ വന്യജീവി സങ്കേതം ഉള്ള ജില്ല ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് പെരിയാർ വന്യജീവി സങ്കേതം ഉള്ളത്. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ. ഇവിടെ തന്നെ ലോക ബാങ്ക് ബക്കർലിപ്പ് പദ്ധതി ഇവിടെയാണ് നടപ്പിലാക്കിയത്. ലോക ബാങ്ക് ബക്കർലിപ്പ് പദ്ധതി നടപ്പിലാക്കിയ വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞാൽ അത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ ഇത്രയും മാത്രമേ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ആയിട്ടുള്ളൂ. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതത്തിന് ഒന്നുകൂടി ഞാൻ പറയാം. ആദ്യത്തെ വന്യജീവി സങ്കേതവും ഏറ്റവും വലിയ വന്യജീവി സങ്കേതവുമാണ് പെരിയാർ വന്യജീവി സങ്കേതം. ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. ഇതിൻ്റെ പഴയ പേരാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. ഇതിൻ്റെ പഴയ പേരാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി നിലവിൽ വന്നത്. ഇതിനെ 1950 പെരിയാർ വന്യജീവി സങ്കേതം എന്ന് ഇതിനെ അറിയപ്പെട്ടു. ഇതിന് ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ വന്യജീവി സങ്കേതം. അതുപോലെ ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് പെരിയാർ വന്യജീവി സങ്കേതം. 1978 കടുവ സംരക്ഷണ കേന്ദ്രമായി ഇതിനെ പ്രഖ്യാപിച്ചത്. 1978 കടുവ സംരക്ഷണ കേന്ദ്രമായി പെരിയാർ വന്യജീവി സങ്കേതത്തെ പ്രഖ്യാപിച്ചത്. അതുപോലെ ലോക ബാങ്ക് ബക്കർലിപ്പ് പദ്ധതി നടപ്പിലാക്കിയ
വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. ശബരിമല സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്. ഇത്രയാണ് പെരിയാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തതാണ് വയനാട് വന്യജീവി സങ്കേതം അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം. ഇതിനെ തോൽപ്പെട്ടി സാങ്ച്വറി എന്നും പറയും. അതുപോലെ ബേഗൂർ വന്യജീവി സങ്കേതം എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. വയനാട് വന്യജീവി സങ്കേതത്തെ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നും തോൽപ്പെട്ടി സാങ്ച്വറി എന്നും ബേഗൂർ വന്യജീവി സങ്കേതം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. കേരളത്തിലെ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. 1973 വയനാട്ടിൽ നിലവിൽ വന്നു. ഇത് 1973 വയനാട്ടിൽ നിലവിൽ വന്നു. ഇതിൻ്റെ ആസ്ഥാനമാണ് സുൽത്താൻ ബത്തേരി. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനമാണ് സുൽത്താൻ ബത്തേരി. 2 അയൽ സംസ്ഥാനങ്ങളുമായി അയൽ സംസ്ഥാനങ്ങളുമായി പങ്കിടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. കർണാടകയിലെ ബന്ദിപ്പൂർ 2 അയൽ സംസ്ഥാനവുമായി ഉള്ള വന്യജീവി സങ്കേതം, 2 അയൽ സംസ്ഥാനങ്ങളിലെ വന്യജീവി സങ്കേതങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. ഏതെല്ലാമെന്ന് വെച്ചാൽ കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സങ്കേതവും തമിഴ്നാട്ടിലെ മുതുമലൈ വന്യജീവി സങ്കേതവും. 2 അതിർത്തി സംസ്ഥാനങ്ങളിലുള്ള വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന ഒരു വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സങ്കേതവും തമിഴ്നാട്ടിലെ മുതുമലൈ വന്യജീവി സങ്കേതവും. ഇതിൻ്റെ സംരക്ഷണ മൃഗം എന്ന് പറയുന്നത് ആനയാണ്. വയനാട് വന്യജീവി സംരക്ഷണ മൃഗം ആനയാണ്. ഇത്രയാണ് വയനാട് വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പറയാനുള്ളത്. വയനാട് വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ഒന്നുകൂടി പറയാം. വയനാട് വന്യജീവി സങ്കേതത്തെ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നും തോൽപ്പെട്ടി സാങ്ച്വറി എന്നും ബേഗൂർ വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. 1973 വയനാട്ടിലാണ് ഇത് നിലവിൽ വന്നത്. ഇതിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരിയാണ്. 2 അയൽ സംസ്ഥാനങ്ങളുടെ 2 അയൽ സംസ്ഥാനങ്ങളുടെ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സങ്കേതവും തമിഴ്നാട്ടിലെ മുതുമലൈ വന്യജീവി സങ്കേതം. കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സങ്കേതവും തമിഴ്നാട്ടിലെ മുതുമലൈ വന്യജീവി സങ്കേതവും. ഇതിലെ സംരക്ഷണ മൃഗം എന്ന് പറയുന്നത് ആനയാണ്. കേരളത്തിലെ അടുത്ത പഠിക്കാനുള്ള വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അടുത്തത് പഠിക്കാനുള്ളത് പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. ഇത് പാലക്കാട് ജില്ലയിലെ മുതലമട ഗ്രാമപഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ മുതലമട ഗ്രാമപഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മുതലമട ഗ്രാമപഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1973 പാലക്കാടിലാണ് ഇത് നിലവിൽ വന്നത്. 1973 ഇത് നിലവിൽ വന്നത്. ആസ്ഥാനം പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം തൂണക്കടവാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം തൂണക്കടവാണ്. തമിഴ്നാടിൻ്റെ മാത്രം പ്രവേശനം ഉള്ള ഒരു വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. തമിഴ്നാടിൻ്റെ മാത്രം പ്രവേശനം ഉള്ള ഒരു വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അപ്പോൾ തമിഴ്നാടിൻ്റെ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം കൂടിയാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകളെ കാണുന്ന ഒരു വന്യജീവി സങ്കേതം കൂടിയാണിത്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകളെ കാണുന്ന ഒരു വന്യജീവി സങ്കേതം കൂടിയാണ് ഇത്. ഏഷ്യയിലെ ഏറ്റവും വലിപ്പം കൂടിയ കന്നിമാര തേക്ക് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിപ്പം കൂടിയ കന്നിമാര തേക്ക് ഇവിടെയാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ ഒരു വന്യജീവി സങ്കേതം കൂടിയാണ്. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ ഒരു വന്യജീവി സങ്കേതം കൂടിയാണ് ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതം.
അതുപോലെ കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് പറയുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൽ. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പറയുന്നതും പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെയാണ്. ഇത് 2010 കടുവ സംരക്ഷണ കേന്ദ്രമായി ഇതിനെ പ്രഖ്യാപിച്ചത്. 2010 കടുവ സംരക്ഷണ കേന്ദ്രമായി ഇതിനെ പ്രഖ്യാപിച്ചത്. കേരളത്തിലെ രണ്ടാമത്തതും ഇന്ത്യയിലെ 38ാമത്തെ കടുവ സങ്കേതം കൂടിയാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. 38ാമത്തെ കടുവ സങ്കേതം കൂടിയാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഇത്രയാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പഠിക്കണം. പറമ്പിക്കുളം ഒന്നുകൂടി പറയാം. പാലക്കാട് ജില്ലയിലെ മുതലമട ഗ്രാമപഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1973 ഇത് നിലവിൽ വന്നത്. ഇതിൻ്റെ ആസ്ഥാനം തൂണക്കടവാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനം ഉള്ള ഒരു വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകളെ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ ഒരു വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രവും ഇന്ത്യയിലെ 38ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രവുമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. 2010 കടുവ സംരക്ഷണ കേന്ദ്രമായി ഇതിനെ പ്രഖ്യാപിച്ചത്. ഇത്രയാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്തത് ചെന്തുരുണി വന്യജീവി സങ്കേതം. വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ് അടുത്തത് പഠിക്കാനുള്ളത്. 1984 കൊല്ലം ജില്ലയിലാണ് ഇത് നിലവിൽ വന്നത്. 1984 കൊല്ലം ജില്ലയിലാണ് നിലവിൽ വന്നത്. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. അതുപോലെ തന്നെ കുളത്തൂപ്പുഴ റിസർവ് ഫോറസ്റ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. കുളത്തൂപ്പുഴ റിസർവ് ഫോറസ്റ്റിൻ്റെ കീഴിൽ വരുന്ന വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അത് ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. അഗസ്ത്യമല ബയോസ്ഫിയറിൻ്റെ ഭാഗമായി വരുന്ന വന്യജീവി സങ്കേതം കൂടിയാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇത്രയാണ് ചെന്തുരുണി വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഒന്നുകൂടി പറയാം. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. 1984 കൊല്ലം ജില്ലയിലാണ് ഇത് നിലവിൽ വന്നത്. കുളത്തൂപ്പുഴ റിസർവ് ഫോറസ്റ്റിൻ്റെ കീഴിൽ വരുന്ന വന്യജീവി സങ്കേതം കൂടിയാണിത്. അഗസ്ത്യമല ബയോസ്ഫിയറിൻ്റെ ഭാഗമായി വരുന്ന വന്യജീവി സങ്കേതം കൂടിയാണിത്. തേക്കുമരങ്ങൾ കാണപ്പെടാത്ത ഏക വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. തേക്കുമരങ്ങൾ കാണപ്പെടാത്ത ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. അടുത്തതാണ് നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. 1958 തിരുവനന്തപുരത്താണ് ഇത് നിലവിൽ വന്നത്. 1958 തിരുവനന്തപുരത്താണ് ഇത് നിലവിൽ വന്നത്. അതുപോലെ തന്നെ നെയ്യാർ ഡാമിൽ ഉള്ള മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്. ഇത്രയാണ് നെയ്യാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ഒന്നുകൂടി പറയാം. തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. 1958 തിരുവനന്തപുരത്താണ് നിലവിൽ വന്നത്. അതുപോലെ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്. ഇത്രയാണ് നെയ്യാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് മംഗളവനം വന്യജീവി സങ്കേതം. മംഗളവനം വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പറയാം. എറണാകുളം ജില്ലയിലെ ാണ് മംഗളവനം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലാണ് മംഗളവനം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ് മംഗളവനം. ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അത് മംഗളവനമാണ്. അതുപോലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം കൂടിയാണ് മംഗളവനം വന്യജീവി സങ്കേതം. 2004 ഇത് നിലവിൽ വന്നത്. കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതവും മംഗളവനം വന്യജീവി സങ്കേതമാണ്. കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നു. അതുപോലെ വലിയ കടവാവലുകൾ ആണ് ഇവിടുത്തെ ആകർഷണം.
ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കണ്ടൽക്കാട് കാണപ്പെടുന്നതും ഇവിടെയാണ്. അപ്പോൾ മംഗളവനത്തെക്കുറിച്ച് ഇത്രയേ പറയാനുള്ളൂ. മംഗളവനം വന്യജീവി സങ്കേതം എറണാകുളം ജില്ലയിലാണ്. ഏറ്റവും ചെറുതും ഏറ്റവും ചെറിയ പക്ഷി സങ്കേതവും കൂടിയാണ് മംഗളവനം. കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം വന്യജീവി സങ്കേതമാണ്. വലിയ കടവാവലുകൾ ആണ് ഇവിടുത്തെ ആകർഷണം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കണ്ടൽക്കാട് കാണപ്പെടുന്നതും ഇവിടെയാണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതത്വം ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. ഏറ്റവും വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. 1984 കണ്ണൂർ ജില്ലയിലാണ് ഇത് നിലവിൽ വന്നത്. 1984 കണ്ണൂർ ജില്ലയിലാണ് ഇത് നിലവിൽ വന്നത്. ആറളം വന്യജീവി അതുപോലെ തന്നെ ഈ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ചീങ്കണ്ണി പുഴയാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ചീങ്കണ്ണി പുഴയാണ്. ഈ ആറളം വന്യജീവി സങ്കേത കൊട്ടിയൂർ വന്യജീവി സങ്കേതം 17ാമത്തെ വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം. അത് ആറളത്തെ വിഭജിച്ചിട്ടാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 2011. അപ്പോൾ ഈ ആറളം വന്യജീവി സങ്കേതം വിഭജിച്ചിട്ടാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. 17ാമത്തെ വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം. അതുപോലെ 16ാമത്തെ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ബാക്കി വരുന്നത് നമുക്ക് ഓരോ പോയിൻ്റായിട്ട് പറയാം. അതുപോലെ 16ാമത്തെ വന്യജീവി സങ്കേതമാണ് മലബാർ വന്യജീവി സങ്കേതം. കോഴിക്കോട് ജില്ലയിലാണ്. അത് നിലവിൽ വന്നത് 2010 ഓഗസ്റ്റ് 8. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു സസ്യത്തിൻ്റെ പേരിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. ഒരു സസ്യത്തിൻ്റെ പേരിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. അടുത്ത ഒരു വന്യജീവി ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കിയിൽ 1984 ഇടുക്കിയിലാണ് ഇത് നിലവിൽ വന്നത്. ഈ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന നക്ഷത്രാമ, ചാമ്പൽ മലയണ്ണാൻ ഇവരെയൊക്കെ കാണപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. അതുപോലെ കക്കയത്തിൽ കാണപ്പെടുന്ന റീഡ് തവളകൾ കക്കയം വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്നു. അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് 18ാമത്തെ ഇപ്പോൾ ആഡ് ചെയ്തതാണ് 18ാമത്തെ വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതത്തെക്കുറിച്ച്. അപ്പോൾ കരിമ്പുഴ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. ഇവിടെ കാണപ്പെടുന്നത് പന്നിമുക്കൻ തവളയാണ്. പന്നിമുക്കൻ തവളയാണ് ഇവിടെ കാണപ്പെടുന്നത്. അതുപോലെ ഇവിടെ കാണപ്പെടുന്നത് പന്നിമുക്കൻ. 2019 സർക്കാർ അനുമതി നൽകിയത്. 2019 ഇതിന് സർക്കാർ അനുമതി നൽകി. ഇത് നിലവിൽ വന്നത് 2020 ജൂലൈ 3. 2019 സർക്കാർ അനുമതി നൽകി. നിലവിൽ വന്നത് 2020 ജൂലൈ 3. ഇത്രയാണ് കേരളത്തിലെ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ പക്ഷി സങ്കേതത്തെക്കുറിച്ച് പറയാം. അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇത്രയും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ.